കേരളമെമ്പാടും ഒരു തരംഗം വന്നിട്ടുണ്ടെങ്കിൽ ആ തരംഗത്തിന് കാരണം അയ്യപ്പ ഭക്തന്മാരെ ശബരിമലയെ ആക്രമിച്ച സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാണ്. അയ്യപ്പനെ ആക്രമിച്ച സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാ. അയ്യപ്പന്റെ സ്വർണം കട്ടടിച്ച സർക്കാരിനെതിരെ കൊടുത്ത തിരിച്ചടിയാ. ആ തിരിച്ചടി കണ്ടാലും കൊണ്ടാലും പഠിക്കത്തില്ല എന്നറിയാം. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട പുതുപ്പള്ളിലെ എപ്പോഴും UDF കരുത്തു പറഞ്ഞിട്ടുള്ള പുതുപ്പള്ളിലെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഇന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച്, മതേതരത്വ വിശ്വാസികളെ സംബന്ധിച്ച് കേരളമൊട്ടുക്കും സന്തോഷം അലയടിക്കുന്ന മനസ്സുമായിട്ടാണ് അവരൊക്കെ ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നത്. കേരളത്തിൽ നടമാടുന്ന കിരാത ഭരണത്തിനുള്ള ശക്തമായ ഒരു താക്കീതായി ഇന്നത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ നിരുത്തരവാദപരമായ അഴിമതി നിറഞ്ഞ കെടുകാര്യസ്ഥ നിറഞ്ഞ ഭരണത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടി ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പുതുപ്പള്ളി ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. മരുന്നിന് പോലും കാണാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് 5 വർഷം ഭരിച്ച CPM-ന്റെ പുതുപ്പള്ളി അവസ്ഥ. പ്രതിപക്ഷത്ത് പോലും വരുവാൻ സാധിക്കാത്ത അവസരത്തിൽ എത്തിയിരിക്കുകയാണ്. BJP 3 സീറ്റ് നേടിയപ്പോൾ 2 സീറ്റ് മാത്രമാണ് ഇവിടെ ഭരണം നടത്തിയ ഇടതുപക്ഷത്തിന് മേടിക്കുവാൻ സാധിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 5 സീറ്റ് ഉണ്ടായിരുന്ന UDF 14 സീറ്റ് മേടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ തിരിച്ചെടുപ്പ് പുതുപ്പള്ളിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇതിന് ഞങ്ങൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ, നമ്മുടെ ജീവനൊന്ന് സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രൻ നമ്മുടെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ നടത്തിയ ശക്തമായ നിലപാടുകളായിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ, പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്ന കാര്യത്തിൽ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിമാർക്കും പ്രവർത്തകർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഉജ്ജ്വലമായ സംഘടനാ പാഠവും ബഹുമാനപ്പെട്ട MLA സ്വായത്തമാക്കി കൃത്യസമയങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു വിജയം നേടുവാൻ നമുക്ക് സാധിച്ചത്. ആദ്യമായി അഹോരാത്രം പണിയേറ്റ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരെ, സ്ഥാനാർത്ഥിമാരെ, മുൻ UDF-ന്റെ പഞ്ചായത്ത് മെമ്പർമാരെ, വാർഡ് പ്രസിഡന്റുമാരെ, ബൂത്ത് കൺവീനർമാരെ, ബൂത്ത് പ്രസിഡന്റുമാരെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ മണ്ഡലത്തിന്റെ പ്രസിഡന്റുമാരായിട്ടിരുന്നവർ, ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒക്കെയും
ആത്മാർത്ഥമായി ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, ഒരമ്മ വെച്ച മക്കളെ പോലെ, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടായിരുന്നു ഇത്രയും ഉജ്ജ്വലമായ വിജയം കൈവരിക്കുവാൻ UDF പുതുപ്പള്ളി സാധിച്ചത്. ബഹുമാനപ്പെട്ട MLA അല്പം മുമ്പ് ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഉജ്ജ്വലമായ വിജയം നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനി BJP-കാരനെന്നോ കോൺഗ്രസുകാരനെന്നോ CPM-കാരനോ ഉള്ള വേർകൃത്യം കാണിക്കാതെ പുതുപ്പള്ളിയിലെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ ക്ഷേമ പരിപാടി നടപ്പിലാക്കിക്കൊണ്ട് പുതുപ്പള്ളിയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയ പ്രവർത്തനങ്ങളായിരിക്കണം ഈ UDF ഭരണസമിതി ചെയ്യേണ്ടത് എന്ന് ഒരു മതേതരത്വ സ്വഭാവത്തോടുകൂടി, ജനാധിപത്യ സ്വഭാവത്തോടു കൂടി അദ്ദേഹം തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ശക്തമായ നേതൃത്വം കൊടുക്കാൻ ത്രാണിയുള്ള CPM-ന്റെ ഉരുക്ക് കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കി ഉജ്ജ്വല വിജയം നേടിയ കോൺഗ്രസിന്റെ ധീര നേതാക്കൾ ഇവിടെ ജയിച്ചു വന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഭരണം ജനക്ഷേമ പരിപാടികൾ നടപ്പിലാക്കി. പ്രിയപ്പെട്ട ചാർജ് വഹിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷാജി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. പുതുപ്പള്ളിയിൽ വളരെ മധുരമുള്ള വിജയം. പുതുപ്പള്ളിയിലെ ജനങ്ങൾ വലിയൊരു വിജയം തന്നിരിക്കുക. ഇതിന് നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരും. നന്ദി പറയുകയല്ല, ഇവിടെ പ്രവർത്തിച്ച് കാണിക്കും. അടുത്ത പഞ്ചായത്ത് സമിതി ഞാനിവിടെ പ്രിയപ്പെട്ട പ്രകാശ് സൂചിപ്പിച്ച പോലെ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞതാണ്. ഇനി കോൺഗ്രസോ BJP-യോ മാർക്സിസ്റ്റോ ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് പുതുപ്പള്ളിയുടെ വികസനം, പുതുപ്പള്ളിയുടെ മാറ്റം. പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ ഇതിന് ഒത്തിരി നമ്മുടെ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട KPCL സെക്രട്ടറി ഇല്ലമ്പള്ളി കുഞ്ഞും ഈ വേദിയിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ച് പുതുപ്പള്ളിയുടെ വികസനമാണ്. അടുത്ത പഞ്ചായത്ത് സമിതിയുടെ ഏക ലക്ഷ്യം ഏതെങ്കിലും ഒരു പാർട്ടിയെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെ സഹായിക്കുക. പുതുപ്പള്ളിയുടെ വികസനം, പുതുപ്പള്ളിക്കാരന് സാധാരണക്കാരന് ജീവിതത്തിൽ മാറ്റം. ആ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ വളരെ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വലിയൊരു പിന്തുണ. നമുക്ക് നോക്കിയാൽ മതി, വാകത്താനം, പുതുപ്പള്ളി, പാമ്പാടി, മീരണം 4 വിജയിച്ചിരിക്കുക. തൊട്ടപ്പുറത്ത് പോകുമ്പോൾ അകലക്കുന്നം, അയർക്കുന്നം, മണ്ടകാട് എല്ലാം ജയിച്ചിരിക്കുന്നു. കുരുവപ്പുഴ മാത്രം ചെറിയൊരു ഭൂരിപക്ഷം ആർക്കും കിട്ടാത്ത സാഹചര്യം. അപ്പോൾ വലിയ ഒരു ജനപിന്തുണ കിട്ടുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾ, ഇവിടെ ബ്ലോക്കിലെ മെമ്പർമാരായി പ്രിയപ്പെട്ട ലതേച്ചിയുണ്ട്, പ്രിയപ്പെട്ട ഋഷിയുണ്ട്, തൊട്ടപ്പുറത്ത് അയർക്കുന്നത്തിൽ നിന്ന് വരികയാണ് ഋഷിയുണ്ട്, അതുപോലെ ജിനു കെ പോളുണ്ട്, പിന്നെ പാമ്പാടി പുതുപ്പള്ളി പഞ്ചായത്തിലെ അംഗങ്ങൾ, എല്ലാവരുടെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഉണ്ട്. അവര് നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ ജനപിന്തുണ അർത്ഥം വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഇവിടുത്തെ വികസനത്തിന്റെ കാര്യത്തിൽ, ഇവിടുത്തെ മാറ്റത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ റോഡുകളുടെ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. റോഡുകളാണ് ഏറ്റവും അനിവാര്യമായി മാറ്റേണ്ട ഒരു കാര്യം. കാരണം നിങ്ങൾ ഇനി പഞ്ചായത്ത് സമിതി കൂടി തീരുമാനിക്കേണ്ട, അടിയന്തരമായി കൂടി തീരുമാനിക്കേണ്ടത് ഇവിടെ നമ്മുടെ സകല റോഡുകളും നശിപ്പിച്ചിട്ടിരിക്കുക, പ്രത്യേകിച്ച് ജൽജീവൻ മിഷന്റെ പേരിൽ. അത് അടിയന്തരമായി എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നന്നാക്കാൻ സാധിക്കും? അതിന് നമ്മൾ ഫണ്ട് മാറ്റിവെച്ചിരുന്നു. ആ ഫണ്ട് എവിടെ പോയി? ആ ഫണ്ട് എങ്ങോട്ട് മുഖം മാറ്റി? തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? തിരിച്ചു പിടിച്ച് റോഡുകൾ നന്നാക്കാനുള്ള പ്രവർത്തനം അടിയന്തരമായി തുടങ്ങണം. അതുപോലെ തന്നെയാണ് ഈ മിനി സിവിൽ സ്റ്റേഷന്റെ കാര്യം. ഇവിടെ നിങ്ങൾ തീരുമാനിക്കണം അത് എന്ത് വേണമെന്നുള്ളത്. ഇതാണോ, ഇങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് ആലോചിക്കണം. അപ്പയുടെ പേരിട്ടിരിക്കുക. എന്തിനാ അപ്പയുടെ പേരിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് അതിന്റെ ഉദ്ഘാടനം പറഞ്ഞ് നടത്തിയത്. ഇനി അങ്ങനെ ഒരു പ്രസ്ഥാനം വേണോ? അത് പഞ്ചായത്ത് കൂടി തീരുമാനിക്കേണ്ട കാര്യം. ഞാൻ സജഷൻ പറയത്തേ ഉള്ളൂ. അപ്പൊ ജനങ്ങളുടെ വികാരം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ജനങ്ങൾ വലിയ മാൻഡേറ്റ് തന്നിരിക്കുക. ഒപ്പം കേരളമെമ്പാടും ഒരു തരംഗം വന്നിട്ടുണ്ടെങ്കിൽ ആ തരംഗത്തിന് കാരണം അയ്യപ്പ ഭക്തന്മാരെ ശബരിമലയെ ആക്രമിച്ച സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാണ്. അയ്യപ്പനെ ആക്രമിച്ച സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാ. അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത സർക്കാരിനെതിരെ കൊടുത്ത തിരിച്ചടിയാ. ആ തിരിച്ചടി കണ്ടാലും കൊണ്ടാലും പഠിക്കത്തില്ല എന്നറിയാം. തോറ്റിരിക്കുക. അതുകൊണ്ട് അവരെ പ്രലോഭിപ്പിക്കരുത്. അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യത്തിൽ നിൽക്കുക. അതുകൊണ്ട് ഞാൻ പ്രസംഗം പോലും നിർത്തിയത്. ഞാൻ ഈ പ്രസംഗം പോലും നിർത്തിയത് അവർ പാട്ട് പാടുകയോ ചാടുകയോ ആടുകയോ എന്തുവേണം ചെയ്യോട്ടെ, പാവങ്ങളല്ലേ, എന്തിനാ അവരെ കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് മറന്നിട്ടില്ല. ചില നേതാക്കന്മാരൊക്കെ വന്ന് പുതുപ്പള്ളിയിലെ വീട്ടിന്റെ മുന്നിൽ കിടക്കുന്ന നാടകമൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. പുതുപ്പള്ളി മറന്നിട്ടുണ്ടോ? ഞങ്ങൾ പക്ഷെ ആ നിലവാരത്തിലേക്ക് ഞങ്ങൾ താഴത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു തർക്കത്തിനോ ഒരു പ്രശ്നത്തിനോ അല്ല, നമ്മളിവിടെ വിജയം ആഘോഷിക്കാനാണ്. ചിലർക്ക് വിജയം
നിങ്ങൾ കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് അജിലിനെ അടക്കം പ്രിയപ്പെട്ട ആരെ പിന്നെ അജിലിനെ അടിച്ചു അമ്പലത്തിന്റെ അവിടെ. അപ്പൊ നമ്മൾ തർക്കത്തിന് പോകാൻ നിൽക്കരുത്, ദൈവത്തെ ഓർത്ത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇനി തർക്കങ്ങളില്ല. നാടിന്റെ വികസനം, നാടിന്റെ മാറ്റം, അത് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവരെയും അഭിനന്ദിക്കുക. അഭിനന്ദിയ റംബാച്ചന്റെ ബോഡി കടന്നു വരുന്ന നിമിഷമാണ്. നമ്മൾ അത് വളരെ ആദരവോടുകൂടി ഈ നാടിനെ സ്നേഹിച്ച റംബാച്ചൻ, ഈ നാടിന് വേണ്ടി ജീവിച്ച, ഈ സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഓർത്തഡോക്സ് സഭയുടെ അഭിനന്ദിയ റംബാച്ചൻ, ഈ നാട്ടുകാരൻ, ഈ പുതുപ്പള്ളിയുടെ മകൻ, ഈ പുതുപ്പള്ളിയുടെ വന്യനായ മകൻ, അദ്ദേഹത്തിന്റെ അവസാന യാത്ര ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ആദരവോടുകൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആദരവോടുകൂടിയാണ് നമ്മൾ എല്ലാ സ്നേഹങ്ങളും അർപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ കുടിയിരിക്കുന്ന ഒരു വേദി കൂടിയാണ്. അദ്ദേഹത്തിന് അഭിവാദ്യം, എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. അവരുടെ കുടുംബത്തോട്, സഭയോട്, ഓർത്തഡോക്സ് സഭയോടുള്ള അനുശോചനം നിങ്ങൾ പുറത്തു കാണും എന്നുള്ളത് കൊണ്ട് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്ന ഒരാളാണോ? എങ്കിൽ നേരെ ജസ്റ്റ് ഹിയറിംഗിലേക്ക് പോരും. വി ക്യാൻ ഹെൽപ്പ് യു. ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡ്സ് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ സൈസിന് വേണ്ടി, നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ച് മേക്ക് ചെയ്യാവുന്നതാണ്. ഹായ്, ഐ എം രമ്യ രവി, ചീഫ് ഓഡിയോളജിസ്റ്റ് അറ്റ് ജസ്റ്റ് ഹിയറിംഗ്, ദ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ ഇൻ പുതുപ്പള്ളി, കോട്ടയം.